രാവിലെ തന്നെ ഞാനും അവളും കൂടെ അമ്പലത്തിൽ വരെ പോവാന്നേ. ഇവിടെ അടുത്തൊന്നും അല്ല, കുറച്ച് ദൂരെയാണ്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയിരുന്ന ഞാൻ തോന്നുന്നു മഴ പെയ്യാനെ കൊണ്ട്. ഏത് അമ്പലത്തിലോട്ടാ പോകുന്നതെന്നൊക്കെ ഉള്ളത് വഴിയെ പറയാം. പിന്നെ എന്റെ സ്റ്റോറിയൊക്കെ കണ്ടവർക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞങ്ങള് നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേക്കും മഴയും തോർന്നിട്ടുണ്ടായിരുന്നു. ഈ നനഞ്ഞ കൊടയും കൊണ്ട് നടക്കുന്നതാണ് ഇനി അടുത്തൊരു ടാസ്ക്. അങ്ങനെ ബസ്സും പിടിച്ച് നേരെ പത്തനംതിട്ട വന്നു. അവിടുന്ന് അടുത്ത് ചെങ്ങന്നൂരോട്ടുള്ള ബസ്സിലും കയറി. കോഴഞ്ചേരി എത്തിയപ്പോഴത്തേനും വണ്ടിക്ക് എന്തോ പണിയായിട്ട് ഞങ്ങളെ ബസ് മാറ്റി കയറ്റി. എല്ലായിടും ഓണപരിപാടിയൊക്കെയാണെന്ന് തോന്നുന്നു. വഴിയിൽ കണ്ട മിക്ക പേരും ഇന്ന് ട്രഡീഷണൽ ലുക്കിലൊക്കെ ആയിരുന്നു. ഈ വഴി കാണുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് അമ്പലത്തിലോട്ടാ വന്നിട്ടുള്ളത്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് ഞാൻ തന്നെ പറയാം. വേറെങ്ങും അല്ല, ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. അവിടെ ചെന്ന പാടെ കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങി തലയെ വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് കയറിയത്. ആറന്മുളക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ആറന്മുള വള്ളംകളി നടക്കുന്നത് ഇവിടെയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ തന്നെ തൊഴുതിറങ്ങാൻ പറ്റി. ആറന്മുള കണ്ണാടിയുടെ കാര്യത്തിലാണെങ്കിലും ഈ നാട് വളരെ പ്രസിദ്ധമാണ്. ഈ കാണുന്നത് പമ്പാ നദിയാണ്. ഇവിടെയാണ് നമ്മുടെ വള്ളംകളി നടക്കുന്നത്. ഇന്ന് എത്തിച്ചേരേണ്ട വള്ളങ്ങളൊന്നും വരാനുള്ള ടൈം ആയിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. നല്ല വെയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല. മൊത്തത്തിൽ പറയാനാണെന്നുണ്ടെങ്കിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം, ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കിനും. രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നാ പിന്നെ പോയി വല്ലതും കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. മസാല ദോശയാണ് ഞങ്ങൾ രണ്ടും വാങ്ങി കഴിച്ചത്. പക്ഷെ സംഭവം കൊള്ളത്തില്ലായിരുന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ സത്രക്കടവിന്റെ അവിടോട്ട് പോയി. വെള്ളം പൊങ്ങിയപ്പോ വന്ന ചെളിയും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അവിടെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെയും ഞങ്ങൾ അമ്പലത്തിലോട്ട് തന്നെ വന്ന്. ഒരു സൈഡിൽ വഞ്ചിപ്പാട്ടിന്റെ മത്സരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ അത്രയും